കഴിഞ്ഞ കൊല്ലം എൻ്റെ ഒരു കുട്ടി ദാറുഹുദയിലേക്ക് സെലക്ഷന് പോയി. അപ്പം ഞാൻ എതിരുമല്ല അനുകൂലമല്ല, കുട്ടികളെ താല്പര്യത്തിന് പൊതുവെ ഞാൻ ദീനിനെതിരായാൽ മാത്രമേ എതിർക്കുള്ളൂ, ഇല്ലെങ്കിൽ എതിർക്കൂല. അവരുടെ താല്പര്യം അങ്ങനെയാണ്. ഒരു ചങ്ങായിമാരൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുടുംബത്തിൽപ്പെട്ട ചില മൂല്യന്മാരും പേരക്കാരോട് വന്ന് പറഞ്ഞു കുട്ടിയും പോയിക്കോട്ടെ, ഉഷാറാണ്, അങ്ങനെയാണ്, ആയിക്കോട്ടെ. ഒരു ദിവസം ഞാൻ വന്നപ്പോൾ അവർ എന്താ പറയുക അപേക്ഷയൊക്കെ വാങ്ങിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് ഒപ്പിട്ടാൽ മതി. ആയിക്കോട്ടെ, എനിക്കെതിരില്ല. കാരണം സമസ്തൻ്റെ സ്ഥാപനമല്ലേ, സമസ്തൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരാൾ പോകണേൻ്റെ എന്ത് ഹൈറല്ലോ, ഒക്കെ സമസ്തൻ്റെ ആളുകളല്ലേ, അത്രയല്ലേ ഉള്ളൂ. പോയി അങ്ങനെ കുട്ടി സെലക്ഷൻ കുട്ടി കിട്ടിയില്ല. ഇന്നലെ രാത്രി അത് ദാറുഹുദക്കാർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇട്ടു. ആയിരക്കണക്കായ ആളുകളെ മുന്നിൽ എന്നെ നാറ്റിക്കാൻ. എന്താണ് നാണം മാനം എന്നീ ജാഹിലുകൾക്കറിയില്ല. ഒരു സാധുവായ ഒരു 10-12 വയസ്സായ ഒരു കുട്ടി ഒരു സ്ഥാപനത്തിലേക്ക് സെലക്ഷന് പോയി എന്നതിൻ്റെ പേരിൽ അത് പിന്നെ പുറത്തിട്ടിട്ട് ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ഇവരെന്തിനാ തലയേക്കിടും? എനിക്കിവരെ ഓഫീസിലേക്ക് നിങ്ങൾക്കൊക്കെ എത്ര തന്തയാണെന്ന് ചോദിച്ചിട്ട് വിളിക്കാൻ കഴിയും? ഞാൻ അങ്ങനത്തെ തന്തൻ്റെ മകനാ. ഞാൻ വിളിക്കാത്തെന്നറിയാം. ഞാൻ വിളിച്ചാൽ പിന്നെ അത് മലയാളിക്ക് പിരിയില്ല. പക്ഷെ ഞാൻ ദാറുഹുദയുടെ കമ്മിറ്റിക്കാരോട് പറയാം, ഞങ്ങളെ ഓഫീസിൽ നിന്ന് ഇത് വൈകുന്നേരമായി അങ്ങനെ പുറത്താക്കണ ഒരുത്തന് ഇവിടെ നിങ്ങൾ ചോദിച്ചോക്കി നിനക്ക് എത്ര തന്തയടാണ്. കാരണം ഒറ്റ തന്തക്ക് ജനിച്ചോ പണിയെടുക്കില്ല. നിങ്ങളാണോ ദുനിയാവിൽ നന്മ പഠിപ്പിക്കണം? ഞാൻ ആ സ്ഥാപനത്തെ ആക്ഷേപിക്കല്ല. നിങ്ങളെ ക്രൂരത എത്രയാണ്? ഒരെട്ടും പൊട്ടും തിരിയാത്തൊരു സാധുവായ ഒരു 10-12 വയസ്സായ കുട്ടി ഒരു സെലക്ഷന് പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ ആ സെലക്ഷൻ്റെ അതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ഇന്നലെ ദാറുഹുദയുടെ ഓഫീസിൽ നിന്ന്. എന്തിനത് ഇട്ടണമെന്ന് ചിന്തിക്കണം. ഞാൻ ഇതേ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദാറുഹുദ നമ്മളെ സ്ഥാപനമാണ്, നശാൻ പാടില്ല. ഒരുത്തൻ അവിടെ യുക്തിവാദിയായി പോയിട്ടുണ്ട് നമ്മളറിവിൽ. ഇതുപോലെ യുക്തിവാദികളെ പ്രസവിക്കാൻ ഒരു വാരുത്, പാടില്ല, ശ്രദ്ധിച്ചാളിന്നാ, അത്രേ ഉള്ളൂ. അതാണ് അവരെ ദേഷ്യം പഠിപ്പിച്ചത്. ഞാൻ മൊത്തം ദാറുഹുദ കമ്മിറ്റിക്കാരെ കുറ്റം പറയില്ല. പക്ഷേ നിങ്ങൾ അറിവോടുകൂടിയാണെങ്കിൽ നിങ്ങൾ പോലത്തെ അക്രമികളില്ല. നിങ്ങൾ അറിവോടുകൂടിയാണ് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ നിങ്ങൾ അറിവോട് കൂടിയല്ലെങ്കിലും ഈ ജാതി ക്രൂരന്മാർ നിങ്ങളെ ഓഫീസിലുണ്ട്. ഇതിനെന്താ ന്യായം പറയാം? ഇതിപ്പോൾ ഞങ്ങളെ പുറത്ത് പറയാം, അതും വിഷമല്ലേ? കാരണം ഇപ്പോഴത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്ക് ഇത് കേൾക്കുമല്ലോ. ഒരു സ്ഥാപനത്തിലേക്ക് 10-12 വയസ്സായ കുട്ടി ഒരു സെലക്ഷന് വന്നു. എന്നിട്ട് ആ കുട്ടിയുടെ സെലക്ഷൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇന്നലെ 10,000 കണ്ടു. ഈ കുട്ടി നിരപരാധിയല്ലേ? നീ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുമല്ലോ. ഇതൊക്കെ പാവപ്പെട്ട മക്കളല്ലേ? ഞങ്ങൾ ആക്ഷേപിച്ചിട്ട് കാര്യമല്ല, നിങ്ങളെ ആക്ഷേപിക്കണില്ല. അങ്ങനെ ഒരു വാക്കുണ്ട്. പാറ്റ നീചന്മാരെ ആക്ഷേപിക്കരുത്. തക്കറുമൻ, നിനക്കൊരു മാന്യതയില്ലേ? ജോലി ആക്ഷേപിച്ച ആശാണ്ട്. ഇത് ഇന്നലെ ദാറുഹുദയുടെ ഓഫീസിൽ നിന്ന് ചെയ്തതാ. എടാ, നിങ്ങളെപ്പോലത്തെ ക്രൂരന്മാരാരുടെ ഈ ലോകത്ത്. ഞാൻ അതിൽ നിന്ന് ബുദ്ധിയുള്ളത് എന്താ മനസ്സിലാക്കണ്ടേ? ദാറുഹുദയോട് എനിക്ക് വിരോധമല്ല മനസ്സിലാക്കണ്ടേ? എനിക്ക് വിരോധമുള്ള സ്ഥലത്തേക്ക് എൻ്റെ കുട്ടിനെ ഞാൻ സമ്മതിക്കൂ? ഇവിടെ എത്ര സ്ഥലങ്ങളുണ്ട് ഞാൻ സമ്മതിച്ചില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് നടത്തുന്ന സ്ഥാപനത്തിലേക്ക് എൻ്റെ കുട്ടി പോകില്ല. എന്തുകൊണ്ട്? ഞാൻ ലീഗരനാണ്. ഞങ്ങളെ മാന്തി തിന്നുന്ന ലീഗല്ല, ഈ സമുദായത്തിൽ നന്മ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ലീഗാണ്. സമസ്തക്ക് വിരുദ്ധമായ സ്ഥാപനത്തിലേക്ക് എൻ്റെ കുട്ടി പോകില്ല. ഞാൻ പറയുന്നില്ല, പറഞ്ഞൊരു കാര്യമല്ല. മനുഷ്യൻ നശിച്ചുപോയി. നന്മ എന്ന് പറഞ്ഞ സാധനം മനുഷ്യൻ്റെ കൽപ്പിലില്ല. അവർ ചിന്തിക്കണില്ല, ഒരു സാധുവായ പിഞ്ചു കുട്ടിയെ നമ്മൾ മാനം കെടുത്താണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നന്നാവില്ല, നന്നാവാൻ സാധ്യത കുറവാണ്. എന്തുകൊണ്ട്? അസിൽ പൊളിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പിന്നെ ചോദിക്കുക, അപ്പം ഞാൻ പറയും പിന്നെ എന്താണ് അസിൽ. അത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ മനുഷ്യന്മാരോട് പറയും? എനിക്കിതിനോടൊന്നും ഒരു വിരോധമല്ല. മനുഷ്യന്മാരെ, നമ്മൾ നശിച്ചു പോകരുത്, നമ്മളെ ഐഡന്റിറ്റി തകരരുത്, നമ്മൾ നശിച്ചു പോകാൻ പാടില്ല. അടുത്ത തലമുറയിൽ ഇവിടെ ദീൻ നിലനിൽക്കണ്ടേ? അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇവരെന്നെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. ജഹല് വന്നവനെന്ന് എന്നെ ആക്ഷേപിക്കുന്നു. എനിക്കാകട്ടെ പൊരുത്തവുമാണ്. ഞാൻ ജാഹിലാണെന്ന് പറയപ്പെടുന്നത്, സഫീഹുൻ വിഡ്ഢിയാണെന്ന് പറയപ്പെടുന്നതും എനിക്ക് തൃപ്തിയാണ്.
അവർ പറഞ്ഞാലും എനിക്ക് തൃപ്തിയാണ്. അതിന് താഴെ എഴുതിയിട്ടുള്ളത് കാശ്മീരുടെ മകന് സെലക്ഷൻ കിട്ടാത്തതിൻ്റെ കലിപ്പാണ് എൻ്റെ താഴെ എഴുതിച്ചത്. അതിൻ്റെ താഴെ അപ്പുറത്ത് എഴുതിച്ചിട്ടുണ്ട്, ഇന്ന് കഴിഞ്ഞ കൊല്ലം ഇയാളെ കുട്ടിയെയും കൂട്ടി ദാറുൽ ഹുദയിൽ വന്നിരുന്നു എന്ന് എഴുതിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാൻ അതിൻ്റെ തന്തൻ്റെ പേര് മാറ്റേണ്ടി വരും. വേറെ തന്ത, എൻ്റെ തന്തങ്ങൾ വിചാരിച്ച തന്തയല്ല. എൻ്റെ തന്ത ഒരു ലോകത്തൊരാൾക്ക് തല താഴ്ത്താത്ത ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടത് എൻ്റെ വാപ്പയാണ്. ലോകത്തൊരു മനുഷ്യനെ തല താഴ്ത്താത്തൊരു മനുഷ്യനെ എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ടത് എൻ്റെ വാപ്പനെയാണ്. ഒരുത്തൻ തരാത്തില്ല. 12 കൊല്ലം സമസ്ത കേരളം എത്തുമ്പോൾ പ്രഖ്യാപിച്ചു കുത്തുവാരി ഭാഷയുള്ള മഹല്ലുകളിൽ പങ്കെടുക്കുമ്പോൾ അത് വിദ്യാർത്ഥി മുഖത്താണ്. സ്വന്തമായി ജുമാക്കോയില്ല. 12 കൊല്ലം സ്വന്തമായി ജുമാക്കോയില്ല. 6 കിലോമീറ്റർ നടന്നിട്ട് ജുമാ നിസ്കരിച്ച് 6 കിലോമീറ്റർ തിരിച്ചടക്കും. ഒരു ദിവസം ജുമാ നിസ്കരിച്ച് ബാപ്പ വരിക, 12 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബാപ്പ വന്ന് വീട്ടിൽ കയറുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ട്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഒരു സംഘം നാട്ടിലെ മഹലിൽ ആളുകൾ വന്നിട്ട് ബാപ്പാനോട് പറഞ്ഞു, ഈ നിലക്ക് നിങ്ങൾ മഹലിൻ്റെ പുറത്തേക്ക് ജുമാഅത്ത് പോയാൽ നിങ്ങളെ മരിച്ചാൽ ഇവിടെ ഞങ്ങൾ കുഴിച്ചിടില്ലാറും. അപ്പോൾ ബാപ്പയുടെ ചിരിച്ച്, എന്ത് നിങ്ങൾ ചിരിക്കുന്നു ചോദിച്ചു. അല്ല, ഞാൻ മരിച്ചിട്ട് നിന്നെ കുഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മണക്കുന്നല്ലാതെ എനിക്കെന്താന്ന് ചോദിച്ചു. ഞാൻ പുറത്തേക്ക് ജുമായക്ക് പോകുന്ന കാരണത്താൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചിട്ട് കുഴിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച ജുമായക്ക് വരാറ്. കാരണം എനിക്ക് മണക്കുമല്ലോ. പക്ഷെ ഞാൻ പോയില്ല, നിങ്ങൾക്ക് മണത്താൽ എനിക്കെന്ത്. അല്ല, ഞങ്ങൾക്ക് നേരെ പോകുന്നേ ഉള്ളൂ പറഞ്ഞു. എനിക്ക് വളഞ്ഞു പോകുന്നേ ഉള്ളൂ പറഞ്ഞു. ഒരിറങ്ങിയാണ് പോയി. അപ്പോൾ ആ പറഞ്ഞു, എനിക്ക് പാടച്ചൊന്ന പള്ളറച്ച് ഭൂമിയുണ്ട്, ഞാൻ തെക്ക് വടക്കൊരു കുയ്യുത്താൻ വേണ്ടി കുട്ടികളോട് പറഞ്ഞില്ല, എന്നിട്ട് അവിടെ കുഴിച്ചു. എന്നാലും സമസ്ത ഇഷ്ടപാടില്ല എന്ന് പറഞ്ഞൊരു ചുമഴക്ക് ഞാൻ വരില്ലായിരുന്നു. അത്തന്തൻ്റെ മകനെ ഞാൻ. ആ ബാപ്പക്ക് ഒറ്റ മകനേ ഉള്ളൂ, അതാ ഞാൻ. അൽവലദു സിറു അബീഹിന്നല്ലേ എൻ്റെ പേര് അടുത്ത് തീരുന്നു വിചാരിക്കേണ്ട. അതിൻ്റെ ബാപ്പാൻ്റെ രഹസ്യമാണ്. അൽവലദു സിറു അബീഹി എന്നാ മുസ്തഫ നബി പറഞ്ഞത്. മകൻ എന്നാൽ ബാപ്പാൻ്റെ രഹസ്യ, ഞാൻ എൻ്റെ ബാപ്പാൻ്റെ രഹസ്യ. ഞാൻ ഒരുത്തണ്ടല്ലാത്തില്ല. തല താഴ്ത്തി നിങ്ങൾ വിചാരിക്കാനുണ്ട്. എന്നെ ഭയപ്പെടാത്ത ഒരു കമ്മിറ്റിയിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല. എന്നെ ആണുങ്ങളാണെങ്കിൽ കാണിക്കി. എന്നെ ഭയപ്പെടാത്തൊരു കമ്മിറ്റിൻ്റെ കീഴിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല. ഞാൻ ജോലി ചെയ്ത എല്ലാ കമ്മിറ്റിനെ പേടിച്ചിട്ടുണ്ട്. ഇപ്പം പേടിയാണ്. എന്നെ ഭയപ്പെടാത്തൊരു കമ്മിറ്റി ഞാൻ ജോലി ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ നീതികേട് ചെയ്യൂല, ഒരു നീതികേടിൻ്റെ കൂടി നിൽക്കില്ല. വലുപ്പത്തരം പറയും, എല്ലാവർക്കും ബാപ്പ വഴി കിട്ടണം. എന്നിട്ട് ഞങ്ങളെ മുറ്റത്തേക്ക് എൻ്റെ കുട്ടീനെ ചേർക്കി നിറഞ്ഞ് വന്നു എന്ന് നുണ എഴുതി വിടുക. അത് ജനങ്ങൾ കാണുക. പറയണില്ല അതൊന്നും. എന്താ വിഷയം എന്നറിയോ? നമ്മളെ സമുദായം നന്മയെന്നൊക്കെ എത്ര ആക്കുന്നു പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു കാര്യം പറയുമ്പോൾ എന്താണ് എന്ന് പോലും ആലോചിക്കണില്ല. ആ സ്ഥാപനത്തെ ആക്ഷേപിക്കരുതെന്ന് പോലും ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സ്ഥാപനമാണ്. പക്ഷെ ഈ തെറ്റുകൾ തിരുത്തണം. ഒരു കൂലിയല്ല, ഒരുപാട് കൂലികൾ അവിടെ ഉണ്ട്. 1ഉം 2ഉം കൂലിയല്ല, 1ഉം 2ഉം 10ഉം 100ഉം കൂലിയല്ല അവിടെ ഉള്ളത്. ഒരു കൂലിയമല്ല ഈ പ്രശ്നം തീരൂല്ല. കാരണം കൂലിയക്കല്ല പ്രശ്നം. എവിടെയാന്ന് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ പറയാനായിട്ടില്ല, പിന്നെ പറയാം. പിന്നെയും പറയാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണമല്ലോ. പിന്നെ കാത്തിരുന്നു പറയും. കൂലിയമ്മ പറഞ്ഞോട് പ്രശ്നം തീരൂല്ല. 1 കൂലിയും 2 കൂലിയും 10 കൂലിയല്ല അവിടെ ഉള്ളത്. അസറിലേക്ക് പഠിക്കുന്ന കുറേ ആളുകൾ അവിടെ ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. പക്ഷെ അതൊന്നും നടക്കൂല. അതൊക്കെ വെളിച്ചത്തിട്ടൊക്കെ നേരെയാക്കന്നെയും അയ്യമ്മ നമുക്ക് വലുത്. നമുക്ക് എന്തിനാ? നമ്മളിവിടെ എന്ത് വെറും കൈയോടെ വന്നാലല്ലേ? കിട്ടിയൊക്കെ ലാഭല്ലേ? എനിക്ക് നിങ്ങളെക്കാൾ കിട്ടിയില്ലേ? എനിക്ക് ട്രൗസറുണ്ട്, തുണിയുണ്ട്, നീളം കുപ്പാണ്ട്, അതിൻ്റെ മേലെ കോട്ടുണ്ട്. അപ്പം നിങ്ങളെക്കാൾ ഞാമത്തുള്ള എനിക്ക് തന്നെ ഇല്ലേ? അത് എനിക്ക് ഞാമത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണ്ടേ? അങ്ങനെ കുട്ടികളെ എനിക്കൊരാളെ ആവശ്യമില്ല. ഈ ലോകത്തൊരാളിൻ്റെ റബ്ബിനല്ലാതെ ആവശ്യമില്ല. എനിക്ക് എൻ്റെ റബ്ബ് വേണ്ടത് കോരിച്ചൊരിയ. ഈ ലോകത്തൊരാൾ എനിക്ക് ആവശ്യമില്ല. എൻ്റെ റബ്ബിൻ്റെ ഇഫ്ലാല ഞാമത്ത് ഇങ്ങനെ കോരിച്ചൊരിയ. അങ്ങനത്തെ ഒരാൾക്ക് എന്തിനാ ആവശ്യം? ഒരാളെയും കാര്യം ഞാൻ പിടിക്കില്ല. ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി അല്ലാതെ ജീവിക്കില്ല. അങ്ങനത്തെ കാലം വരുന്നതിനുള്ള അള്ളാഹു ഈമാനോടെയാണ് മരിപ്പിക്കട്ടെ. അത്രയുള്ള അള്ളാഹു ഇപ്പം തയ്യാറാ മരിക്കാൻ. ഇപ്പം ഇന്ന് ഈ സെക്കൻഡിൽ എന്തുകൊണ്ട് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്ത ഒരു പ്രസംഗം നടത്തിയില്ല. അടുത്ത കാലത്തൊന്നും പ്രത്യേകിച്ചു. പിന്നെ ചില അബദ്ധങ്ങളൊക്കെ പഴയ കാലത്ത് പറ്റിയിട്ടുണ്ട്. അത് അന്നത്തെ ശരിയായിരുന്നു എന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. ഇതിപ്പോൾ പറയുന്നില്ല. അതിനും ഒരു നന്മ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ മുതലെടുപ്പാന്ന് മനസ്സിലായപ്പോൾ ഞാനതൊക്കെ മാറ്റി. അത്രയേ അർത്ഥമുള്ളൂ. അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നടക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.